ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു സ്പെഷ്യൽ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടി എന്ന് പറയും, അതിനി വേറെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ബോട്ടി മസാലക്കറി അതിൻ്റെ റെസിപ്പി കാണിക്കാൻ പോവാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ബോട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇട്ട് രണ്ട് വിസിൽ വേവിച്ചിട്ട് അത് ഒന്ന് ഊറ്റിയെടുക്കണം. അതിൻ്റെ ആ ബാഡ് സ്മെല്ലും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. 2 പച്ചമുളക്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പുതിന ഇല, മല്ലിയില, കറിവേപ്പില, ഇത് 3 ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സോത്തേ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 ടേബിൾ സ്പൂൺ കാണും. പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം സോത്തേ ചെയ്യുക. ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 തക്കാളി അതും കൂടെ ഇട്ടിട്ട് ഒന്ന് തക്കാളി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നേരത്തെ ഞാൻ കുക്കറിലിട്ട ബോട്ടി 2 വിസിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ഇനി ഊറ്റിയെടുക്കണം. ആ വെള്ളം കളഞ്ഞിട്ട് ആ ബോട്ടി ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ആ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും കുക്കറിൽ വിസിലിടണം. അപ്പം അത് ഞാനൊരു 10 വിസിലാണ് ഞാൻ ഇടുന്നത്. 10 വിസിലിട്ട് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ 1-2 വിസിലും കൂടെ എക്സ്ട്രാ ഇട്ടാൽ മതി. കുക്കർ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വെന്തിട്ടില്ല, ഇനിയും വേവാനുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ മസാല ഉണ്ടാക്കിയ പാത്രം കഴുകിയിട്ട് വെള്ളവും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇൻ കേസ് അത് കുക്കായിട്ടില്ലെങ്കിൽ 1-2 വിസിലും കൂടെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഇടാം. എന്നിട്ട് കുറച്ച് തിക്കാണ് വേണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ? അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.